CS304 കമ്പൈലർ ഡിസൈനിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന പോർഷൻസ് ഇതൊക്കെയാണ്. കമ്പൈലർ എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ, കമ്പൈലേഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മൾ സോഴ്സ് പ്രോഗ്രാമിനെ എങ്ങനെയാണ് അനാലിസിസ് നടത്തി ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ ഓരോ ഫോമിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത്, ആൻഡ് ദ ഫേസസ് ഓഫ് എ കമ്പൈലർ. ഫേസസിനെ ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. പിന്നെ കമ്പൈലർ റൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടെന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ഫേസിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നതാണ് ഈ ലെക്സിക്കൽ അനാലിസിസ്. അപ്പോൾ ലെക്സിക്കൽ അനാലിസിസിൻ്റെ പ്രോസസ്സിൻ ഡീറ്റെയിലാണ് പിന്നെ മുമ്പോട്ടേക്ക് നമ്മൾ നോക്കുന്നത്. ലെക്സിക്കൽ അനാലിസിസിൻ്റെ റോൾ എന്താണ്, ബഫറിങ് എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ ടോക്കൺസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലർ എക്സ്പ്രഷൻസ് ആണ്. ആ റെഗുലർ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഇവിടെ യൂസേജ് വരുന്നത്, അപ്പോൾ ഓട്ടോമേറ്റഡ് പാർട്ട് എങ്ങനെയാണ് ഇവിടെ വരുന്നത്, NFA DFA ഒക്കെ യൂസ് ചെയ്ത് ടോക്കൺസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്. സോ കമ്പൈലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ പ്രോഗ്രാം ദാറ്റ് റീഡ്സ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ വൺ ലാംഗ്വേജ്, ദ സോഴ്സ് ലാംഗ്വേജ്, ആൻഡ് ട്രാൻസ്ലേറ്റ് ഇൻ ടു അനദർ പ്രോഗ്രാം, ഒന്നുകിൽ അനദർ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്. നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ സോഴ്സ് ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിനെ വേറൊരു ലാംഗ്വേജ്, ഒരു ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പൈലറിൻ്റെ പർപ്പസ്. അപ്പോൾ കമ്പൈലർ ഈ ട്രാൻസ്ലേഷൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു എക്സ്ട്രാ റിസൾട്ടായിട്ട് നമുക്ക് തരുന്നതാണ് ഈ എറർ മെസ്സേജസ്. അപ്പോൾ സോഴ്സ് പ്രോഗ്രാമിനെ കമ്പൈലർ ടാർഗറ്റ് പ്രോഗ്രാമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ കൂടെ ആ പ്രോസസ്സ് അല്ലെങ്കിൽ കമ്പൈലേഷൻ നടക്കുന്ന കൂടെ തന്നെ ഇറ്റ് ഓൾസോ റിപ്പോർട്ട്സ് ദ പ്രസൻസ് ഓഫ് എറേഴ്സ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാം. നമ്മൾ ഈ മുമ്പോട്ട് പറയുന്നുണ്ട് കുറേ സ്റ്റെപ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറേ ഫേസസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഫേസിലും ചെയ്യുന്ന ആ കൺവേർഷൻ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കറസ്പോണ്ടിങ് എറർ മെസ്സേജുകളായിരിക്കും അത് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആ എറർ മെസ്സേജസുകൾ നമ്മൾ ഓരോന്നും സോൾവ് ചെയ്ത് അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്ത് പോയി കഴിയുമ്പോഴാണ് കമ്പൈലേഷൻ സക്സസ്ഫുൾ ആവുക. അപ്പോൾ കമ്പൈലറിൻ്റെ പർപ്പസ് ടു കൺവേർട്ട് ഒരു സോഴ്സ് ലാംഗ്വേജ് പ്രോഗ്രാം ടു സം ടാർഗറ്റ് പ്രോഗ്രാം. അപ്പോൾ ആ കമ്പൈലേഷൻ്റെ സ്റ്റെപ്സ് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് പോകുന്നത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആവാം, അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആണെങ്കിലും ആവാം. അപ്പോൾ ബേസിക്കലി എല്ലാ കമ്പൈലേഴ്സും ചെയ്യുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ഫേസസ് തന്നെയായിരിക്കും എല്ലാ കമ്പൈലേഴ്സും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സോഴ്സും ടാർഗറ്റും വേരി ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓരോ സോഴ്സിനും ഓരോ ടാർഗറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇതേ ടാസ്കിനെ തന്നെ ഇതേ ഓർഡറിൽ തന്നെ ഫോമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിങ് നടക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് ടു സം പർട്ടിക്കുലർ ടാർഗറ്റ് ലാംഗ്വേജ് മാത്രമായിരിക്കില്ല ഒരു കമ്പൈലറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പല കമ്പൈലേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ സോഴ്സും ടാർഗറ്റും മാറുന്നുണ്ടെങ്കിലും അതിലെല്ലാത്തിലും ബേസിക്കലി അണ്ടർലൈങ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കൺവേർഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ കമ്പൈലേഴ്സിൻ്റെ ഫേസസ് ഇനിയും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പൈലേഷൻ്റെ മോഡൽ സിന്തസിസ് മോഡൽ നമ്മളതിനെ പറയാം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് അനാലിസിസ്, ദെൻ ഫോളോഡ് ബൈ അനാലിസിസ് നമ്മൾ സിന്തസിസ് ചെയ്യും. സോ ദർ ആർ ബേസിക്കലി 2 parts ഓഫ് കമ്പൈലേഷൻ. ഫസ്റ്റ് വൺ ഈസ് അനാലിസിസ് ആൻഡ് സെക്കൻഡ് ഈസ് സിന്തസിസ്. ഇനി അനാലിസിസ് നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്മോൾ കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ പാർട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ശരിക്കും നമ്മൾ ഈ റെഗുലർ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെക്സിക്കൽ അനാലിസിസ്, പിന്നെ നെക്സ്റ്റ് വരുന്നത് സിൻടാക്സ് അനാലിസിസ്, നെക്സ്റ്റ് വരുന്നത് സെമാൻറ്റിക് അനാലിസിസ്. ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടാണ് ഈ ഒരു ഒറ്റ അനാലിസിസ് സ്റ്റെപ്പ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് ആക്കി മാറ്റുന്നു. ഇനി അതിൽ നിന്ന് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ IR ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അനാലിസിസ് ഫേസ് എൻഡ് ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിന്തസിസ് ഫേസ് ആണ്. അപ്പോൾ സിന്തസിസിൽ തന്നെ നമ്മൾ 3 സ്റ്റെപ്സ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ അതിൽ നിന്ന് നമ്മുടെ റിക്വയർഡ് അല്ലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള ടാർഗറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിന്തസിസിൻ്റെ പർപ്പസ്. അപ്പോൾ ബേസിക്കലി കമ്പൈലേഷൻ നമുക്ക് 2 സ്റ്റെപ്പ് എന്ന് പറയാം. വൺ ഈസ് അനാലിസിസ് ആൻഡ് സെക്കൻഡ് ഈസ് സിന്തസിസ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ സോഴ്സ് പ്രോഗ്രാമിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് കോൺസ്റ്റൻറ്റ് പാർട്സ് ജനറേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്ര അനാലിസിസ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനിൽ നിന്ന് കറസ്പോണ്ടിങ് ടാർഗറ്റ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മുടെ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി അനാലിസിസ് സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളെ സോഴ്സ് കോഡിനെ ഫസ്റ്റ് നമ്മളുടെ അനാലിസിസ് സ്റ്റെപ്പ് വഴി കടത്തി വിടുന്നു. അപ്പോൾ അനാലിസിസ് എന്ന് പറയുമ്പോൾ 3 ലെവൽ അനാലിസിസ് നടക്കും. ഈ അനാലിസിസിൻ്റെ എല്ലാം റിസൾട്ട് എന്തായിരിക്കും? ഇറ്റ്സ് ആൻ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ IR. ഇത് നമ്മൾ ആർക്കാണ് ഇൻപുട്ട് കൊടുക്കുക? നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് സിന്തസിസ് ആണ് നമ്മളുടെ ബാക്ക് എൻഡിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലും പല സ്റ്റെപ്സ് ഉണ്ടാവും. ആ സ്റ്റെപ്സിലെ പ്രോസസ്സിങ് കഴിയുമ്പോൾ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡ് അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോഗ്രാം അത് നമുക്ക് ഔട്ട്പുട്ട് തരും. ഈ എല്ലാ സ്റ്റെപ്സിലും അതെന്ത് നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിക്ക് നമുക്കതിനെ ഓരോ സ്റ്റെപ്പിലും റെക്കഗ്നൈസ് ചെയ്യുന്ന എറേഴ്സിനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ കമ്പൈലേഷൻ്റെ അനാലിസിസ് സിന്തസിസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ്
അനാലിസിസ് ജനറേറ്റ്സ് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ദെൻ പെർഫോം സിന്തസിസ്, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ വഴി നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനിൽ നിന്ന് കറസ്പോണ്ടിങ് ടാർഗറ്റ് കോഡ് അല്ലെങ്കിൽ മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫേസസ് ഓഫ് എ കമ്പൈലർ. ഈ കമ്പൈലർ ഓപ്പറേറ്റ്സ് ഇൻ ഫേസസ്. അപ്പോൾ നമ്മൾ ഈ അനാലിസിസ് സിന്തസിസ് കുറച്ച് ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ഇനി അതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പല ഫേസുകളായിട്ടാണ് കമ്പൈലർ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ഫേസിലും നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ ഒരു റെപ്രസെൻറ്റേഷനിലേക്ക് വേറൊരു റെപ്രസെൻറ്റേഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക അല്ലെങ്കിൽ മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സോഴ്സ് പ്രോഗ്രാം ആയിരിക്കും. അതിന് ഫസ്റ്റ് ലെവൽ ഓഫ് അനാലിസിസ് കഴിയുമ്പോൾ വേറൊരു ഫോമിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് അനാലിസിസ് ആകുമ്പോൾ വീണ്ടും അതിനെ ട്രാൻസ്ഫോം ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ അതിനെ വീണ്ടും ഒന്നുകൂടി ട്രാൻസ്ഫോം ചെയ്തു. ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടന്നാണ് നമ്മുടെ ലാസ്റ്റ് ടാർഗറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ടാർഗറ്റ് കോഡിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് 3 സ്റ്റെപ്സാണ് അതിനുള്ളിൽ ചെയ്യേണ്ടത്. ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ് ആൻഡ് സെമാൻറ്റിക് അനാലിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞു, അനാലിസിസ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്ത് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്ത് അതിൽ നിന്ന് ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി റെഗുലർ എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് നമ്മൾ അതിൽ നിന്ന് ഒരേപോലെ ഉള്ളതിനെ ഗ്രൂപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്നതിന് നമ്മളൊരു ടോക്കൺ എന്ന് പറയും. ഈ ടോക്കൺസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സിൻടാക്സ് അനാലിസിസ്. ഈ ടോക്കൺസിനെ എങ്ങനെയെല്ലാം വാലിഡായിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ, ഒരു അരിത്മെറ്റിക് എക്സ്പ്രഷൻ ആണെങ്കിൽ A = B+C. അപ്പോൾ ഈ ഒരു ഫോമിൽ എയും ബിയും സിയും ഈ ഈക്വൽ ടൂവും പ്ലസ്സും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ലെക്സിക്കൽ അനാലിസിസ്. ഓരോന്നും എന്താണ് ആ പർട്ടിക്കുലർ സിമ്പൽ എന്നുള്ളത് അല്ലെങ്കിൽ ക്യാരക്ടർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിലാകുമ്പം A = B+C സിൻടാക്റ്റിക്കലി കറക്റ്റായിട്ടാണോ ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടാണോ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, അല്ലെ സിൻടാക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനാലിസിസ് വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. അപ്പോൾ ആ ഗ്രാമറിലെ റൂൾസിനനുസരിച്ചാണോ നമ്മൾ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻസ് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രീ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ ഗ്രാമറ്റിക്കൽ സ്ട്രക്ചർ നമ്മൾ വെരിഫൈ ചെയ്യുക. അപ്പോൾ ട്രീ ഫോംസ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഈ തേർഡ് സ്റ്റെപ്പ് ഈസ് സെമാൻറ്റിക് അനാലിസിസ്. അപ്പോൾ ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്ത ആ ട്രീ സ്ട്രക്ചറിൽ തന്നെയാണ് തേർഡ് സ്റ്റെപ്പും ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് നമ്മളവിടെ എക്സ്പ്രഷൻസിനുള്ളിൽ ടൈപ്പ് ചെക്സ് പോലുള്ള കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് ടൈപ്പ് മിസ്മാച്ച് അല്ലെങ്കിൽ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ടൈപ്പ് കൺവേർഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സെമാൻറ്റിക് അനാലിസിസ്. അപ്പോൾ അതും കഴിഞ്ഞ് കിട്ടുന്ന സാധനമാണ് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ IR എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 3 സ്റ്റെപ്സ് ഓഫ് അനാലിസിസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി IRനെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ലാസ്റ്റ് കാണുന്നത്, ദാറ്റ് ഈസ് സിന്തസിസ്. അപ്പോൾ അവിടെ നമ്മൾ 3 സ്റ്റെപ്സാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്ന ഇൻപുട്ട് എന്താണ്? ഇവിടെ നിന്ന് കിട്ടിയ ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടുന്ന ഇൻപുട്ട്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് അതിൽ നിന്ന് ഒരു കറസ്പോണ്ടിങ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാം. ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് വെച്ചാൽ പല ഫോമാറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഏത് ഫോർമാറ്റാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തതിൽ റിഡൻഡൻസീസോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒഴിവാക്കി നമ്മൾ കോഡിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പ്രൂവ്ഡ് കോഡിനെ ജനറേറ്റ് ചെയ്യുന്നതാണ് കോഡ് ഓപ്റ്റിമൈസേഷൻ്റെ പർപ്പസ്. കോഡ് ഓപ്റ്റിമൈസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ ഓപ്റ്റിമൈസ്ഡ് കോഡിൽ നിന്ന് നമ്മളുടെ ടാർഗറ്റ് മെഷീൻ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യുക. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോഡ് ജനറേഷൻ. അപ്പോൾ ഫേസസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അനാലിസിസ് ഫേസ്, ദെൻ സിന്തസിസ്. അനാലിസിസ് തന്നെ നമ്മൾ 3 സ്റ്റെപ്സ്, സിന്തസിസിലും 3 സ്റ്റെപ്സ്. അപ്പോൾ കമ്പൈലറിൽ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഫിഗറാണിത്. ദിസ് ഈസ് എ സോഴ്സ് പ്രോഗ്രാം ആൻഡ് ദ റിസൾട്ട് ഈസ് എ ടാർഗറ്റ് പ്രോഗ്രാം. അപ്പോൾ ഇതിനുള്ളിൽ കാണുന്ന സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് 3 സ്റ്റെപ്സാണ് അനാലിസിസ്, ദാറ്റ് ഈസ് ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ് ആൻഡ് സെമാൻറ്റിക് അനാലിസിസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന 3 സ്റ്റെപ്സാണ് സിന്തസിസ്, ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, അതിനെ ഓപ്റ്റിമൈസ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി കോഡ് ജനറേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കാണുന്ന 2 കമ്പോണൻസ്, ഒന്ന് സിമ്പിൾ ടേബിൾ മാനേജർ ആൻഡ് നെക്സ്റ്റ് ഈസ് എറർ ഹാൻഡ്ലർ. എറർ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഓരോ സ്റ്റെപ്പിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സ്റ്റെപ്പിൽ ചെയ്യുന്ന ടാസ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറേഴ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ആ എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പോണൻ്റാണ് എറർ ഹാൻഡ്ലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സിമ്പിൾ ടേബിൾ മാനേജർ. ഈ സിമ്പിൾ ടേബിൾ നിങ്ങൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ച സമയത്ത് അസംബ്ലറിനെ പറ്റിയൊക്കെ പഠിച്ചപ്പോൾ. അപ്പോൾ സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ഡേറ്റ സ്ട്രക്ചർ. നമ്മൾ പ്രോഗ്രാമിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന വേരിയബിൾസിനെ അല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ ആ ഐഡൻറ്റിഫയേഴ്സ് മാത്രമല്ല ഉണ്ടാവുക, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം അതിനുള്ളിലുണ്ടാവും. ഇപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് നോക്കുക. ഇപ്പോൾ റിയൽ
സം എന്ന് പറഞ്ഞൊരു വാല്യൂ അല്ല ഇൻറ്റ് സം എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ ഈ സം എന്ന് പറഞ്ഞാൽ എന്തായി അതൊരു ഐഡൻറ്റിഫയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ ഈ സമ്മ് നമ്മൾ ഈ സിമ്പിൾ ടേബിളിലേക്ക് ഇൻപുട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ ടൈപ്പ് ഡിഫൈൻഡ് ആയിരുന്നു. അപ്പോൾ ആ ടൈപ്പ് അതിൻ്റെ കൂടെ അതിനുള്ളിൽ കയറി. ഇനിഷ്യലൈസേഷൻ വാല്യൂ ഉണ്ടെങ്കിൽ അത് അതിനുള്ളിൽ കയറി. അപ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമ്മൾ ആ ഡാറ്റാ സെറ്റിനുള്ളിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാ സ്റ്റെപ്പിലും അതായത് ഓരോ ഫേസിലും ഈ സിമ്പിൾ ടേബിളിൽ അപ്ഡേഷൻ ചെയ്യാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഐഡൻറ്റിഫയറിനെ പറ്റി എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഏതെങ്കിലും ഫേസിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിൾ ടേബിളിൽ ആ എൻട്രിയിൽ അപ്ഡേറ്റ് ചെയ്ത് ആ പർട്ടിക്കുലർ ഐഡൻറ്റിഫയറിനെ പറ്റിയുള്ള വാല്യൂസ് അതിൽ ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ ചില പ്രോഗ്രാംസിൽ ചില ലാംഗ്വേജസിൽ നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് വേരിയബിളിൻ്റെ പേര് പിന്നെ ആയിരിക്കും അതിൻ്റെ ടൈപ്പ് വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പേര് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ടേബിളിൽ ഇൻപുട്ട് ചെയ്യും. പക്ഷേ ആ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റാ ടൈപ്പ് നമുക്ക് അറിയണമെന്നില്ല. അതിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഡാറ്റാ ടൈപ്പ് ഡിക്ലറേഷൻ വരുന്നത്. അപ്പോൾ ഈ ഡാറ്റാ ടൈപ്പ് നമ്മൾ പിന്നെ എപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അപ്പോൾ നമ്മളത് സിമ്പിൾ ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഈ ഡാറ്റാ സിസ്റ്ററിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഐഡൻറ്റിഫയർ റിലേറ്റഡ് ആയുള്ള ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഓരോ പുതിയ ഐഡൻറ്റിഫയറെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടേബിളിൽ അപ്ഡേഷൻ വരുത്തുക. അപ്പോൾ അനാലിസിസ് സിന്തസിസ് മോഡൽ ഓഫ് കമ്പൈലേഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് 3 സ്റ്റെപ്സ് ആർ അനാലിസിസ്, നെക്സ്റ്റ് 3 സ്റ്റെപ്സ് സിന്തസിസ്. ഇപ്പോൾ അനാലിസിസിൽ ചെയ്യുന്നത് നമ്മൾ സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ആദ്യം ടോക്കൺസ് ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്ത് എന്ത് ഫോം ചെയ്തു, എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ കോൾഡ് എ ട്രീ. അപ്പോൾ ഗ്രാമറ്റിക്കലി കറക്റ്റായിട്ടാണോ കമ്പൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ റൂൾസ് ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ട്രീ സ്ട്രക്ചർ ജനറേറ്റ് ചെയ്യുന്നു. ഈ ട്രീക്ക് നമ്മൾ നോർമലി വിളിക്കുന്നൊരു പേരാണ് സിൻടാക്സ് ട്രീ എന്ന് പറയും. അപ്പോൾ ഈ സിൻടാക്സ് ട്രീ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു ട്രീ തന്നെയാണ്. അതിൽ നമ്മൾ നോട്ട്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ നോഡും ഓരോ ഓപ്പറേഷനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ചിൽഡ്രൻ ഓഫ് ദി നോഡ് റെപ്രസെൻറ്റ് ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ദി ഓപ്പറേഷൻ. അപ്പോൾ സിൻടാക്സ് ട്രീ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിൻടാക്സ് അനാലിസിസ് ഫേസ് അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിൽ അനാലിസിസിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടാണ് ഈ ട്രീ എന്ന് പറയുന്നത്. അല്ലെ സിൻടാക്സ് ട്രീ അല്ലെ പാഴ്സ് ട്രീ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സിൻടാക്സ് ട്രീ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ ഓരോ നോഡും ഓരോ ഓപ്പറേഷനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഏതിലാണോ ചെയ്യുന്നത് അതായിരിക്കും നമ്മളുടെ ചിൽഡ്രൻ നോഡ്സ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ സിൻടാക്സ് ട്രീയുടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഈ താഴെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ്റെയാണ് പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ്പ്രഷൻസ് നമുക്ക് ഒന്നിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓപ്പറേഷൻ മാത്രമല്ല 2 ഓപ്പറേഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്തായിരിക്കണം ചെയ്യേണ്ടത്, ഈ ഒരു ട്രീ റെപ്രസെൻറ്റേഷൻ കണ്ടാൽ മനസ്സിലാവും. നോട്ട്സായിട്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കി, ഇൻ്റർമീഡിയറ്റ് നോട്ട്സായിട്ട് വരുന്ന എല്ലാം ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈക്വൽ ടു ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ലീഫിൽ വരുന്നതൊക്കെ എന്തായിരിക്കും, നമ്മളുടെ ഐഡൻറ്റിഫയേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്, ഇപ്പോൾ ഈ ട്രീയിൽ നമുക്ക് ഈ അസൈൻമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഈ ഒരു പോർഷൻ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള നമുക്ക് ഈ അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്ലസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഇൻറ്റു 60 കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ റിസൾട്ട് നമുക്കിവിടെ കിട്ടും. ദെൻ ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡായി. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അതിനെ എങ്ങോട്ട് അസൈൻ ചെയ്യണം, പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫയറിലേക്ക് അസൈൻ ചെയ്യാം. സോ പൊസിഷൻ ഈക്വൽ ടു ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ എന്താണോ അത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ചെയ്യുന്നു, ദെൻ അഡീഷൻ ആൻഡ് ദെൻ അസൈനിങ് ദ വാല്യൂ ടു ദ കറസ്പോണ്ടിങ് ഐഡൻറ്റിഫയർ. ഇപ്പോൾ ഒരു സിൻടാക്സ് ട്രീയുടെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്, സിൻടാക്സ് ട്രീ ഓഫ് ആൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞത് കമ്പൈലറിനൊരു ഇൻട്രൊഡക്ഷൻ, എന്തൊക്കെയാണ് ഫേസസ്, നമ്മുടെ അനാലിസിസ് സിന്തസിസ് മോഡൽ എങ്ങനെയാണ്. സോ ദാറ്റ്സ് ഓൾ ഓഫ് an introduction to compiler.